ഇന്നത്തെ ഇന്ത്യൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്കുള്ള പെൻഷൻ തുകയാണ് വൻതുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവരുടെ കണക്ക് ഇനിയും കൂടാമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്, 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. വയനാട് MP-യായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. കസവ് സാരിയുടുത്ത് കേരളീയ വേഷത്തിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്കയെ കോൺഗ്രസ് MP-മാർ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗമാണ് പ്രിയങ്ക. സത്യപ്രതിജ്ഞ കാണാൻ അമ്മ സോണിയാഗാന്ധി ഗ്യാലറിയിൽ എത്തിയിരുന്നു. സഹോദരനും ലോക്സഭ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ സോണിയയുടെ വീട്ടിൽ നിന്നാണ് സത്യപ്രതിജ്ഞയ്ക്കായി പ്രിയങ്ക തിരിച്ചത്. പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ പാർലമെന്റിലേക്ക് യാത്രയാക്കിയത്. നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ എന്നിവർക്കെതിരെയും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല, വായ തുറക്കുന്നുമില്ല. ഇത്തരത്തിൽ ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിന് ഉള്ളത്. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. കാലിനും കൈക്കും വളവുമുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് ചെന്നൈ മേഖല കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത്. കടലൂർ, തിരുവാരൂർ, തഞ്ചാവൂർ, നാഗപട്ടണം, മയിലാടുതുറ, രാമനാഥപുരം എന്നീ ജില്ലകളിലാണ് മഴ 2 ദിവസമായി വ്യാപക മഴ. ഈ 6 ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ട് ആണ്. 2 ദിവസത്തിനിടെ തീരദേശ ജില്ലകളിൽ 150 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രാമനാഥപുരത്ത് വീടുകളിലടക്കം വെള്ളം കയറി. തിരുവാരൂർ, മയിലാടുതുറ, തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ 2000 ഏക്കറിലേറെ നെൽകൃഷി നശിച്ചു. നാഗപട്ടണത്ത് 12 ക്യാമ്പുകളിലായി 371 കുടുംബങ്ങളിലെ 1032 പേരെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഡിസംബർ 16 വരെ പെഷവാറിലെ സെറീന ഹോട്ടലും പെഷവാർ ഗോൾഫ് ക്ലബ് ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളും സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് പാകിസ്ഥാനിലുള്ള US പൗരന്മാർക്ക് US സുരക്ഷാ മിഷന്റെ മുന്നറിയിപ്പ്. നിരന്തരമായി ഭീകരവാദികളുടെ ഭീഷണികൾ കാരണം ഖൈബർ പഖ്തൂൺവ പ്രവിശ്യയിൽ യാത്ര ചെയ്യരുതെന്നും ഈ മേഖലയിലേക്കുള്ള യാത്രാ പദ്ധതികൾ പുനഃപരിശോധിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. സന്നിധാനത്ത് ഭക്തരുടെ എണ്ണത്തിൽ കുറവ്. പതിവായി എത്തുന്ന തമിഴ്നാട്ടിലെ ഭക്തർ എത്താത്തതാണ് തിരക്ക് കുറയാൻ കാരണമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. തമിഴ്നാട്ടിലെ കാറ്റും മഴയും ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. 12 വിളക്ക് കഴിഞ്ഞിട്ടും തീർത്ഥാടകരുടെ പ്രവാഹം കുറഞ്ഞിരിക്കുകയാണ്. പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ വലിയ നടപ്പന്തലിൽ 5 വരിയിൽ മാത്രമാണ് തീർത്ഥാടകർ ഉണ്ടായിരുന്നത്. 5 മണിയായപ്പോഴേക്കും അവർ 18ാം പടി കയറി ദർശനം നടത്തി. ഇന്നത്തെ ഇന്ത്യൻ ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.